ഹായ്, ഇന്നത്തെ റെസിപ്പി കരൾ പെപ്പർ ഫ്രൈ ആണ്. കരൾ 2-3 പ്രാവശ്യം നല്ലോണം കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അതിനുശേഷം ഉപ്പിട്ട് നല്ലോണം കഴുകുക. എന്നിട്ട് ഒരു കുക്കറിൽ കരൾ ചേർത്തിട്ട് അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ മൂടി മീഡിയം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരേക്കും വേവിക്കുക. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം തയ്യാറാക്കി വയ്ക്കാം. ഇതിനായി ചെറിയുള്ളിയാണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം 1.5 കപ്പ് ചെറിയുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ചെറുതായി അരിയുക. അപ്പോഴേക്കും കുക്കർ ഒരു വിസിൽ വന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാം. അടുത്തതായി വെളുത്തുള്ളി ക്ലീൻ ചെയ്യാം. പ്രഷർ പോയതിനു ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. ഈ വെള്ളം വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി തൊലി കളഞ്ഞ് എടുക്കാം. ഒരു പിടി ഗാർലിക്കും പിന്നെ ഇഞ്ചിയും ചതച്ചെടുക്കാം. 2 വലിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ ഷാജീരകം, 6-7 ഗ്രാമ്പൂ, 1-2 ഏലക്ക, പിന്നെ ഓമം. ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർക്കുക. ഒരു പരന്ന പാനിൽ എണ്ണ ഒഴിക്കുക. ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പാനാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഡിഷസ് ചെയ്യാൻ നല്ലതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി വാടിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കരൾ ചേർത്ത് മിക്സ് ചെയ്യുക. അതൊന്ന് ഡ്രൈ ആകുമ്പോൾ കുക്കർ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മസാല ഇതിലേക്ക് ചേർക്കാം. ഇതിന് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാര ഫ്ലേവർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും, ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും,
1 ടീസ്പൂൺ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിം ആക്കുക. എല്ലാവരും ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ആൻഡ് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരൾ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.